തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൃത്താല നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തിയത്. നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി പത്രിക നൽകാൻ എത്തിയത്. പട്ടാമ്പി തഹസിൽദാറും തൃത്താല മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ടി സുജിത്തിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം സത്യവാചകവും ചൊല്ലി. ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന തൃത്താല മണ്ഡലത്തിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് NDAക്ക് അനുകൂലമാകുമെന്നും BJP സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു. യാതൊരുവിധ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ നടപ്പായില്ലെന്നും ഇതിനൊരു മാറ്റമാണ് NDA ലക്ഷ്യമിടുന്നതെന്നും വി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു. തൃത്താല മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് മുന്നണികളുടെയും MLA-മാർ അതുപോലെ തന്നെ മന്ത്രിയായവർ മാറി മാറി ഭരിച്ച് തൃത്താലയുടെ വികസന സ്വപ്നങ്ങൾ ഒന്നും തന്നെ സാക്ഷാത്കരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൃത്താലയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നൂറുകണക്കിന് വികസന പദ്ധതികൾ എത്തിയ മണ്ഡലമാണ് തൃത്താല നിയോജകമണ്ഡലം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലായാലും ഓരോ വീട്ടിലും കിട്ടുന്ന പദ്ധതികളുടെ കാര്യത്തിലായാലും വളരെ വലിയ നേട്ടങ്ങൾ തൃത്താല നിയോജകമണ്ഡലത്തിന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അതിൽ ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രണ്ട് LDF-ന്റെയും UDF-ന്റെയും MLA-മാർ, അതിലൊരു LDF-ന്റെ മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷെ ആ മണ്ഡലത്തിൽ അതിനനുസരിച്ചുള്ള വികസന കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. നിരവധി കെട്ടിടങ്ങൾ പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഹാബിറ്റേറ്റ് എന്ന കമ്പനിയെ ഏൽപ്പിച്ച നിരവധി പ്രൊജക്ടുകൾ മുടങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട കെട്ടിടങ്ങളും ആണ് മുടങ്ങിക്കിടക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന വിഷയമായിട്ടുള്ള കുടിവെള്ളം, ആ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജൽജീവൻ മിഷൻ പദ്ധതി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അഭിമാന പദ്ധതിയായി എല്ലാ വീട്ടിലും എത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ തൃത്താല നിയോജകമണ്ഡലത്തിൽ ആയിരക്കണക്കിന് വീടുകളിൽ ഇതുവരെയും ആ പദ്ധതികൾ എത്തിക്കാൻ ഇതുവരെ സാധിച്ചില്ല. നേതാക്കളായ വി രാമൻകുട്ടി, ബാബു പൂക്കാട്ടിരി, ദിനേശ് അറവക്കാട്, സേതു ആറങ്ങോട്ടുകര, രാജേഷ് വെങ്ങാലി, മനോജ്, കൃഷ്ണദാസ്, രാജൻ, നിതീഷ് വട്ടംപറമ്പിൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മികച്ച ബ്രാൻഡുകളുമായി മെൻസ് വെയർ സെക്ഷൻ, കുഞ്ഞോമനകൾക്കായി ഏറ്റവും വലിയ കിഡ്സ് വെയർ സെക്ഷൻ, വെഡ്ഡിംഗ് സാരികൾ, ലാച്ചകൾ, ലെഹങ്കകൾ, ഗൗണുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.